ഒരു കുട്ടി സ്റ്റോറി சொல்லட்டுமா? തിങ്ങി നിറഞ്ഞ ഓഡിറ്റോറിയത്തിൽ ആരാധകരുടെ നിലയ്ക്കാത്ത കയ്യടികൾക്ക് മുന്നിൽ ഒരു ചെറു പുഞ്ചിരിയോടെ വിജയ് അങ്ങനെ നിൽക്കുകയാണ്. മൈക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. ദളപതി വിജയ് ചടങ്ങുകളിലും മറ്റും പ്രസംഗിക്കുന്നത് ഏതാണ്ട് ഒരേ ശൈലിയിലാണ്. ഒരു കുട്ടിക്കഥ ആദ്യമേ ചൊല്ലും, അതൊരു പതിവാണ്. കഥ തുടങ്ങി. ഒരു രാജാവും പരിവാരങ്ങളും ഒരു യാത്ര പോവുകയാണ്. കുറേ ദൂരം പോകേണ്ടതുണ്ട്. യാത്രയ്ക്കിടെ ക്ഷീണം മാറ്റാൻ തണലുള്ള ഒരിടത്ത് നിർത്തി. ഈ പരിചാരകർ കയ്യിൽ കരുതിയ ഒരു നാരങ്ങ പിഴിഞ്ഞ് രാജാവിന് കൊടുക്കാനെടുത്തപ്പോൾ മധുരത്തിന് പകരം ഉപ്പ് ചേർക്കണമെന്ന് മന്നന് മോഹം. ഉപ്പ് വാങ്ങി വരാൻ ഒരു ശിപ്പായിയോട് പറഞ്ഞ് ഒരു നാണയം കയ്യിലെടുത്ത് നൽകി. ശിപ്പായി, അതായത് ശിപ്പായി എന്ന് പറഞ്ഞാൽ ഭടൻ, രാജാവിനോട് ചോദിച്ചു, ഒരു സുട്ട് ഉപ്പുക്ക് കാശ് എതുക്ക് റാസൻ, അതോ ഇന്ത ഊരുക്കേ മന്നൻ നീങ്ക. ചോദ്യം അത്ര അന്യായമല്ല. ഒരു നാരങ്ങ വെള്ളത്തിന് ചേർക്കാനുള്ള ഉപ്പിന് ഈ പണമൊക്കെ നൽകേണ്ട കാര്യമുണ്ടോ? രാജാവ് പറഞ്ഞു, ഒരു നുള്ള ഉപ്പിനായാലും മന്നൻ അധികാരം ദുർവിനിയോഗം ചെയ്യാതെ അല്ലെങ്കിൽ അഴിമതി ചെയ്യാതെ ഇരുന്നില്ലെങ്കിൽ പിന്നാലെ നിങ്ങൾ എല്ലാവരും ഇതേ കാര്യം ചെയ്യും. ഭരിക്കുന്നവരാൽ തന്നെ നാട് കൊള്ളയടിക്കപ്പെടും. അതിന് കാരണമാകാൻ ഞാനില്ല. നമ്മുടെ ഈ പൂമ്പാറ്റയിലൊക്കെ വരുന്ന ഒരു മുത്തശ്ശി കഥ പോലെ ഒരെണ്ണമാണ് ഈ വിജയ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ കൂടിയിരിക്കുന്ന ആരാധകർ ഓരോ വാക്കിനും കൈയടിക്കുകയാണ്. ചേട്ടാ, ഒരു കഥ പറയുമ്പോൾ അത് മുഴുവൻ കേട്ടിട്ട് കൈയടിക്കരുത്. എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്തായിരിക്കും അത്? 2018 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിലാണ് ഈ പ്രസംഗം നടക്കുന്നത്. വിജയ് തൻ്റെ കഥയുടെ ബാക്കിയായി പറയുകയാണ്. ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മുകളിൽ ഇരിക്കുന്നവർ നന്നായാൽ എല്ലാവർക്കും ഒരു ഭയം വരും. അതായത് അഴിമതി ചെയ്യാൻ ഒരു ഭയം വരും. അതുപോലെ ഈ ബർത്ത് സർട്ടിഫിക്കറ്റിനും ഡെത്ത് സർട്ടിഫിക്കറ്റിനും ഒക്കെ പണം കൊടുക്കണമെന്നൊക്കെ, അങ്ങനെ അഴിമതിയുടെ കാര്യങ്ങളൊക്കെ വിജയ് ഈ വിമർശന ബുദ്ധിയാ പറയുന്നുണ്ട്. ഒരു തലവൻ കറക്റ്റാ സ്ട്രോങ്ങാ നല്ലവനായിരുന്നാ ഓട്ടോമാറ്റിക്കാ അന്ത കക്ഷി ഒരു നല്ല കക്ഷിയാ ഇരിക്ക പോകുന്നത്. ഇന്നേക്ക് ഗാന്ധി ജയന്തി, ധർമ്മം താങ്ക ജയിക്കും, ന്യായം താങ്ക ജയിക്കും, ആനാ കൊഞ്ചം ലേറ്റാ ജയിക്കും. അങ്ക ഒരുത്തം വരുവാ, അടിപ്പെട്ട് നൂലാ വരുവാൻ, അവൻ ലീഡറാ മാറുവാൻ, അവനുക്ക് കീഴെ നടക്കും പാറ് ഒരു സർക്കാർ. കയ്യടിയുടെ ഗുട്ടൻസ് പിടികിട്ടി. രാഷ്ട്രീയമാണ് പ്രസംഗം. സർക്കാർ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിങ് ചടങ്ങാണ്. ഈ സർക്കാർ വരുന്നത് മെർസൽ എന്ന സിനിമയ്ക്ക് പുറകെയാണ്. ഈ മെർസൽ എന്ന സിനിമ വിജയ് എന്ന നടന്റെയും വിജയ് എന്ന വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഇതേ ദളപതി 2021 ഏപ്രിൽ 6, അതായത് സംസ്ഥാനത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ ദിവസം ഒരു സൈക്കിൾ ഷോ നടത്തി. അതൊരു സൂപ്പർ ക്യാച്ച് ആയിരുന്നു. മാധ്യമങ്ങൾ, ആരാധകർ, വിമർശകർ, നിരൂപകർ, ശത്രുക്കൾ, രാഷ്ട്രീയ പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ, PR ടീം, സിനിമാ നിർമ്മാതാക്കൾ തുടങ്ങി തമിഴ്നാടും അയൽ സംസ്ഥാനങ്ങളും തല പുകഞ്ഞാണ് ആ സൈക്കിളിന് പുറകെ ഓടിയത്. പക്ഷെ വിജയ് ആഞ്ഞു ചവിട്ടുകയാണ്. ചെന്നൈ നീലാങ്കരയിൽ കപിലീശ്വരർ നഗറിലെ കാഷോറിന ഡ്രൈവ് സ്ട്രീറ്റിലെ വിജയുടെ വീടിന്റെ കൂറ്റൻ കവാടം തുറന്ന് സിനിമാ സ്റ്റൈലിൽ സൈക്കിളിൽ പുറത്തിറങ്ങിയ വിജയ് പോളിംഗ് ബൂത്ത് ലക്ഷ്യമാക്കി ചവിട്ടി. പോളിംഗ് ബൂത്തിലേക്ക് വിജയ് അങ്ങനെ ചവിട്ടി പോകട്ടെ. നമുക്കറിയേണ്ടത് വിജയ് ഇതെവിടെന്നാ ചവിട്ടി തുടങ്ങിയത് എന്നാണ്. ആർക്കിട്ടാണ് ഈ ചവിട്ടെന്നാണ്. മെർസലിൽ നിന്ന് 2021 ഏപ്രിൽ 6 നീട്ടി ചവിട്ടിയതാണോ വിജയ്? എന്തായാലും നമുക്ക് നെയ്വേലി വരെ ഒന്ന് പോയി വരാം. ഇന്ന് മെർസലിൽ നിന്ന് നെയ്വേലി വഴി നീലാങ്കരയിലേക്ക് നീളുന്ന ഒരു റോഡ് ഷോയുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങാം. ആരാണ് ഈ ജോസഫ് സി വിജയ്? വണക്കം, അരസിയൽ ഗലാട്ട. ഫെബ്രുവരി 10, 2020 മാസ്റ്റർ സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. വ്യവസായ നഗരമായ നെയ്വേലിയിലേക്കുള്ള വിജയുടെ വരവും കാത്ത് ആയിരക്കണക്കിന് ആരാധകരാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഈ കൽക്കരിപ്പാടത്തിന്റെ ചൂടും പൊടിയും വകവയ്ക്കാതെ അവർ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. നേരത്തെ 2020 ഫെബ്രുവരി 5 മാസ്റ്ററിന്റെ ചിത്രീകരണം നിർത്തിവെച്ചിരുന്നു. 5 ദിവസത്തിന് ശേഷം ചിത്രീകരണം പുനരാരംഭിച്ച സെറ്റിലേക്ക് വിജയ് മടങ്ങിയെത്തി ആ ടീമിനൊപ്പം ചേരുകയാണ്. ഈ വരവിന് ചില പ്രത്യേകതകളുണ്ട്. അതാണ് ഈ കാത്തുനിൽപ്പ്. വിജയ് എത്തിയപ്പോഴേക്കും ജനം ഇരച്ചെടുത്തു.
പോലീസ് ഉണ്ടല്ലോ ഈ ജനങ്ങളെ നിയന്ത്രിക്കാൻ വല്ലാതെ പാടുപെടുന്നുണ്ട്. എങ്ങും വിസിൽ ശബ്ദങ്ങളാണ്. ആരാധകർ ദളപതി ദളപതി എന്ന് അലറി വിളിക്കുന്നുണ്ട്. കാറിൽ നിന്നിറങ്ങിയ വിജയ് പോലീസ് കെട്ടി ഉയർത്തിയ ബാരിക്കേഡിന് പുറത്ത് അല്പം ഉയരത്തിൽ അവിടെ ഈ സിനിമാ സെറ്റിലെ ഒരു പ്രൊഡക്ഷൻ ടീമിന്റെ വാനിന്റെ കരിയർ ഭാഗത്ത് കയറി നിന്നു. ആരാധകരോട് ശാന്തരാകാൻ കൈവീശി ആവശ്യപ്പെട്ടു. ഇതിനിടെ മുദ്രാവാക്യം പോലെ ദളപതിക്ക് ജയ് വിളിച്ചവർക്ക് മുന്നിൽ സിനിമയിലെ നായകനെ പോലെ തന്നെ ചിരിച്ചുകൊണ്ട് വിജയ് കൈവീശി. ഇതിനിടെ അവിടെ ദളപതി എന്നും തലൈവ എന്നും ഒക്കെ ഇങ്ങനെ വിളികൾ ഉയർന്നു കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. പെട്ടെന്ന് വിജയ് തന്റെ ഫോൺ പോക്കറ്റിൽ നിന്നെടുത്ത് ജനക്കൂട്ടത്തിന് പിന്തിരിഞ്ഞു. ഒരു സെൽഫിക്കായി വിജയ് ഫ്രെയിം തിരഞ്ഞു. ഈ ഫ്രെയിമിലേക്ക് അല്ലെങ്കിൽ ഈ ഫ്രെയിമിന്റെ റേഞ്ചിലേക്ക് ഒതുങ്ങി കയറാൻ ജനക്കൂട്ടത്തിനെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ക്ലിക്ക്. ട്വിറ്ററിൽ ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് വിജയ് കുറിച്ചു, താങ്ക് യു നെയ്വേലി. ഒരു സെൽഫിയുടെ കഥ ഇത്രയും വലിച്ചു നീട്ടാനും മാത്രം എന്തിരിക്കുന്നു? ഈ ചോദ്യം ഉണ്ടാവുക സ്വാഭാവികം. പക്ഷെ 2020 ഫെബ്രുവരി 10 നിന്നും പിന്നിലേക്കും മുന്നിലേക്കും വിജയ് എന്ന നടനെയും വ്യക്തിയെയും ഒരുപോലെ പിന്തുടർന്നാൽ നെയ്വേലി സെൽഫിയുടെ കടുത്ത രാഷ്ട്രീയം വ്യക്തമാകും. 2020 ഫെബ്രുവരിയിൽ എടുത്ത സെൽഫി ആ വർഷം അവസാനമാകുമ്പോൾ ഏറ്റവും അധികം റീട്വീറ്റ് ചെയ്യപ്പെട്ട റെക്കോർഡിട്ടു. 1,80,000 പേർ അത് പങ്കുവച്ചു. 2020 ഫെബ്രുവരി 5 അതായത് ഈ സെൽഫിക്കും 5 ദിവസം മുമ്പ് നെയ്വേലിയിലെ മാസ്റ്റർ സിനിമയുടെ സെറ്റിലേക്ക് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ എത്തി. വിജയിയെ ചോദ്യം ചെയ്തു. ചിത്രീകരണം നിർത്തിവെക്കാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. കാരണം ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ടുപോയി. ഇതേ ദിവസം ഇതേ സമയം തന്നെ നടന്റെ ചെന്നൈയിലെ 2 വീടുകളിൽ, അതിലൊന്ന് സാലി ഗ്രാമത്തിലാണ്, പിന്നൊന്ന് പനയൂർ, ഈ 2 വീടുകളിലും റെയ്ഡ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റിലീസ് ചെയ്ത തിയേറ്ററുകളിലുള്ള വിജയ് ചിത്രമായ ബിഗിൽ എന്ന സിനിമയുടെ നിർമ്മാതാക്കളുടെയും നിക്ഷേപകരുടെയും ഓഫീസിലും വീടുകളിലുമൊക്കെ ഇതിനൊപ്പം തന്നെ റെയ്ഡ് നടക്കുന്നുണ്ട്. ചോദ്യം ചെയ്യൽ 5-ാം തീയതിയിൽ നിന്നും 6-ാം തീയതിയിലേക്ക് കടന്നു. അതിനിടയിൽ വാർത്ത പുറത്തേക്ക് വരുന്നു. ആരാധകർ ആശങ്കയിലായി, ആശങ്ക ദേഷ്യമായി, ദേഷ്യം തെരുവിലായി. വിജയിയോട് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണെന്ന് ആരോപണമുയർന്നു. എന്തിനാണ് രാഷ്ട്രീയ വിരോധം? ആർക്കാണ് ഈ വിരോധം? വിജയ്ക്ക് പിന്തുണയുമായി നിരവധി പേർ എത്തി. കേന്ദ്ര സർക്കാർ നയങ്ങളെയും നിലപാടുകളെയും മെർസൽ എന്ന ചിത്രത്തിൽ തുറന്നെതിർത്തതോടെയാണ് വിജയ് അവരുടെ ശത്രുവായതെന്ന വിലയിരുത്തലുകൾ ഉണ്ടായി. ഈ വാർത്തയും ചർച്ചയും പുരോഗമിക്കുന്നതിനിടെ സിനിമാ നിക്ഷേപകരിൽ ഒരാളിന്റെ കൈവശം കണക്കിൽപ്പെടാത്ത പണമുണ്ടെന്ന കണ്ടെത്തലിൽ നടപടികൾ അവസാനിപ്പിച്ചിട്ട് ഉദ്യോഗസ്ഥർ കളമിട്ടു. ഈ കേന്ദ്ര സർക്കാരിനെ ചൊടിപ്പിക്കുന്ന എന്തായിരുന്നു മെർസൽ? 2017 ഒക്ടോബർ 18 പുറത്തിറങ്ങിയ മെർസൽ സംവിധാനം ചെയ്തത് ആറ്റ്ലി ആയിരുന്നു. കഥാനായകൻ ഡോക്ടർ മാരൻ. ഈ മാരനെ അവതരിപ്പിച്ചത് വിജയിയാണ്. 5 രൂപ ഡോക്ടർ എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. ആരോഗ്യരംഗം മുഴുവൻ സൗജന്യമാക്കണം, അതാണ് ഡോക്ടർ മാരന്റെ ആവശ്യം. അദ്ദേഹത്തിന്റെ ഫീസ് 5 രൂപയാണ്. അതും ക്ലിനിക്കിലെ ജീവനക്കാരിയുടെ ശമ്പളത്തിനും അതുപോലെ തൻ്റെ മിനിമം ചിലവിനുമാണ് ഈ 5 രൂപ വാങ്ങുന്നത്. പക്ഷെ സർക്കാർ ആശുപത്രികൾ അതുപോലും വാങ്ങരുത് എന്നാണ് ഈ മാരന്റെ ആവശ്യം. ഡോക്ടർ മാരനെ ഒരു ടെലിവിഷൻ ചാനൽ അഭിമുഖം ചെയ്യുന്ന ഒരു രംഗമുണ്ട്. പൂർണ്ണമായും സൗജന്യ മരുന്ന് സാധ്യമാണോ എന്ന ചോദ്യത്തിന് മാരന്റെ ഉത്തരം ഇങ്ങനെയാണ്: എന്ന സാർ, ഇളവസമ TV, ഗ്രൈൻഡർ, മിക്സി, ഫാൻ, ഓട്ടുക്കാള് 5000 രൂപ എല്ലാം കൊടുത്ത ഊര് സാർ നമ്മ ഊര്. മരുന്ന് മാത്രം കൊടുക്ക മുടിയാതാ. ചിത്രത്തിന്റെ അവസാന ഭാഗത്ത് ഇതേ ചോദ്യത്തിന് മുന്നിൽ മാരൻ തന്റെ ഉത്തരം ഒന്നുകൂടി രാഷ്ട്രീയമാക്കി മാറ്റി. 7% GST വാങ്ങുന്ന സിംഗപ്പൂർ മക്കൾക്ക് മറത്തൊത്ത് ഇളവസമാ തറപ്പോ 28% GST വാങ്ങുന്ന നമ്മ അരസാംഗത്തിലെ മറത്തൊത്ത് ഇളവസമാ തറ മുടിയല്ലേ? GST വന്നു. ഇവിടാണ് കേന്ദ്രം മുടക്കിയത്. മെഡിസിനുക്ക് 12%. പല തായ്മാറുകളുടെ താലിയിറക്കുന്ന സാറായത്തിക്ക് GST കിടയാം. മെഡിസിനുക്ക് 12%. പല തായ്മാറുകളുടെ താലിയിറക്കുന്ന സാറായത്തിക്ക് GST കിടയാം. അതായത് മരുന്നിന് 12% GST വാങ്ങുമ്പോൾ
മദ്യത്തിന് GST ഇല്ല എന്ന വിമർശനമാണ് ഡോക്ടർ മാരൻ ഉയർത്തിയത്. ഇതേ മർസലിൽ തന്നെ ഫ്ലാഷ് ബാക്കിൽ ഡോക്ടർ മാരന്റെ അപ്പ കഥാപാത്രം അതും വിജയ് തന്നെയാണ് അവതരിപ്പിച്ചത്. പേര് വെട്രിമാരൻ. പുള്ളിയും രാഷ്ട്രീയം പറയുന്നുണ്ട്. 1970കളാണ് പശ്ചാത്തലം. ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് വെട്രിമാരനും കൂട്ടരും. പക്ഷെ ഒരു ആഘോഷ പരിപാടിക്കിടെ ഉണ്ടായ ഒരു അപകടത്തിൽ ഒരു കുട്ടി അതിദാരുണമായി മരിക്കുന്നു. ഗ്രാമത്തിൽ നിന്നും വളരെ അകലെയാണ് ആശുപത്രി. കുട്ടിയെ അല്പം കൂടി നേരത്തെ എത്തിച്ചെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സീൻ. എത്രയും വേഗം ക്ഷേത്രം പണി പൂർത്തിയാക്കണമെന്നും ഇത് ഐശ്വര്യത്തിന്റെ പ്രശ്നമാണെന്നും ആ കൂട്ടത്തിൽ മുതിർന്ന ചിലർ അഭിപ്രായപ്പെട്ടപ്പോൾ വെട്രി അതിനെ വിയോജിച്ചു. ഇപ്പോ ഇങ്ക കോയിൽ കെട്ടിയ എന്നങ്ക വറപ്പോറത് പോന അന്ത കുളന്തയുടെ ഉസിറ് തിരുമ്പ വരുമാ. അതായത് അമ്പലം കെട്ടിയാൽ കുട്ടിയുടെ ജീവൻ തിരിച്ചു വരും. എങ്ക കോയിൽ കെട്ടക്കൂടാതെ ആസ്പത്രി കെട്ടണമെന്നേ. മാരനും വെട്രിമാരനും GSTയും ക്ഷേത്ര നിർമ്മാണവും വെള്ളിത്തിരയിൽ നിന്നിറങ്ങി രാഷ്ട്രീയമായി പടർന്നു. അന്ന് സംസ്ഥാനത്തെ BJP അധ്യക്ഷ തമിളിസൈ സൗന്ദരരാജൻ മെർസലിനെതിരെ ആഞ്ഞടിച്ചു. രംഗങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. തങ്ങൾക്ക് വിളംബരം തേടിത്തര മുടിയും എன்ற ഉൾനോക്കത്തോടെ എത് നടന്നാലും ഭാരതീയ ജനതാ കക്ഷി அதை എതിർക്കും. BJPയും കേന്ദ്ര സർക്കാർ അനുകൂല ഘടകങ്ങളും തെരുവിൽ പ്രതിഷേധം നടത്തി. BJP ദേശീയ സെക്രട്ടറി H. രാജ ഒരു പടി കൂടി കടന്ന് വിഷയം ആളിക്കത്തിച്ചു. രാജ തന്റെ ട്വിറ്ററിൽ നടൻ വിജയുടെ വോട്ടർ ID കാർഡിന്റെ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തു. താരത്തിന്റെ പേര് ജോസഫ് C. വിജയ് എന്നാണെന്നും ക്രിസ്തുമത വിശ്വാസിയാണെന്നും സ്ഥാപിക്കുകയായിരുന്നു രാജയുടെ ലക്ഷ്യം. എന്തായാലും രാജയുടെ പോസ്റ്റ് വിവാദമായി. രാഹുൽ ഗാന്ധിയും P. ചിദംബരവും ചിത്രത്തിനും വിജയ്ക്കുമൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അതുപോലെ രജനീകാന്ത്, കമലഹാസൻ, വിശാൽ ഇവരെല്ലാം വന്നു വിജയ്ക്കും മെർസലിനും ഒപ്പം ചേർന്നു. വിവാദം കത്തിയതോടെ മെർസൽ അതുവരെ കാണാത്തവർ തിയേറ്ററിലേക്ക് ഓടി. அது தலைவரோட படம், அவர் சொல்றது எல்லாமே கரெக்டா இருக்கும் அப்படின்னு நாங்கள் நம்புறோம். തെക്കേ ഇന്ത്യ മുഴുവനും മെർസൽ എന്ന ശരാശരി സിനിമ വമ്പൻ ഹിറ്റായി. വിജയുടെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രമായി അത് മാറി. പക്ഷേ വിജയ് രാഷ്ട്രീയത്തിൽ ചിലരുടെ നോട്ടപ്പുള്ളിയായി. 2021 ഏപ്രിൽ 6 സൈക്കിൾ ആഞ്ഞു ചവിട്ടി പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്തു മടങ്ങിയ വിജയ് പോലും പ്രതീക്ഷിക്കാതെ ആ സൈക്കിൾ ചവിട്ട് നാട്ടിൽ കത്തിപ്പടർന്നു. കേന്ദ്ര സർക്കാരിന്റെ പെട്രോൾ വിലവർദ്ധനവിനെതിരെയാണ് വിജയുടെ ഷോ എന്ന് തൽപര കക്ഷികൾ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും വച്ച് കാച്ചി. ആവശ്യക്കാർ അവരുടെ രാഷ്ട്രീയം വച്ച് ചേർത്ത് ആ സൈക്കിളിന് പുറകെ പാഞ്ഞു. പക്ഷെ വിജയ് ഒരു കച്ചവട മുതലാണ്. PR ടീമിന് സംഗതി അത്ര പന്തിയല്ലെന്ന് മനസ്സിലായി. സിനിമാ നിക്ഷേപകരും മുറുമുറുത്തു. PR ടീം വിശദീകരണം ഇറക്കി. ഇതല്ല, ഇതങ്ങനല്ല. വീടിനടുത്ത് ഇടവഴിയിലാണ് പോളിംഗ് ബൂത്ത്. കാറ് പോകാത്തത് കൊണ്ട് സൈക്കിളിൽ പോയി എന്നേ ഉള്ളൂ. പക്ഷെ വിജയുടെ സൈക്കിൾ ഓടിയത് അത്ര നിഷ്കളങ്കമായ ഇടവഴിയിലൂടെയാണോ? വിജയുടെ അച്ഛൻ ചന്ദ്രശേഖർ ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ ദളപതി വിജയ് മക്കൾ ഇയക്കം, ഇങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പേര്. പക്ഷെ പാർട്ടിയും തനിക്കുമായി ഒരു ബന്ധവുമില്ല എന്ന് ദളപതി തള്ളിപ്പറയുകയും ചെയ്തു. എന്നാലും ആ സൈക്കിൾ ചവിട്ടിയത് അത്ര നിഷ്കളങ്കമായ ഇടവഴിയിലൂടെ അല്ല. മെർസലിനു ശേഷം വിജയുടെ അടുത്ത ചിത്രം സർക്കാർ ആയിരുന്നു. രാഷ്ട്രീയം നേരിട്ട് പരാമർശിക്കുന്ന ചിത്രത്തിൽ നായകൻ മുഖ്യമന്ത്രി പദത്തിന് തൊട്ടരികിൽ വരെ എത്തുന്നു. ആ സിനിമയുടെ ഓഡിയോ ലോഞ്ചാണ് 2018 ഒക്ടോബർ 2 ആ ചടങ്ങ്. നടനും അവതാരകനുമായ പ്രസന്ന മൈക്ക് എടുത്തു കൊടുത്തിട്ട് ഒരു ചോദ്യം വിജയോട് ചോദിക്കുന്നുണ്ട്. ഇല്ലണ്ണ, ഈ പടത്തിലെ മുതലമച്ചറ നടിക്കലേ ഒരു വേള നജത്തിലെ മുതലമച്ചറാനാൽ? അതായത് സർക്കാർ എന്ന സിനിമയിൽ മുഖ്യമന്ത്രിയായിട്ടല്ല അഭിനയിക്കുന്നത്, പക്ഷെ യഥാർത്ഥത്തിൽ താങ്കൾ മുഖ്യമന്ത്രി ആയാലോ? ഉത്തരം തീരുമാനിച്ചുറപ്പിച്ച ഒന്നായിരുന്നു. നജത്തിലെ മുതലമച്ചറാന മുതലമച്ചറ നടിക്കമാട്ടെ. നിജത്തിലെ മുതലമച്ചറാ നടിക്കമാട്ടെ. അതായത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയായാൽ മുഖ്യമന്ത്രിയായി താൻ അഭിനയിക്കില്ല.
വിജയ് വെറുതെ അല്ല സൈക്കിൾ ചവിട്ടിയത്. കൂടുതൽ നോക്കാം അടുത്ത ലക്കത്തിൽ. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. நீ படிச்ச ஸ்கூல்ல நான் ஹெட் மாஸ்டர்ரா. இல்லை அந்த பொண்ணோட அம்மாவா இருக்கலாம், அப்பாவா இருக்கலாம், அண்ணனா இருக்கலாம். அந்த அண்ணன் ஒரு போலீஸ் ஆஃபீஸர். பவரில் இருந்த மட்டும் இந்த அழுகுனி ஆட்டெல்லாம் ஆடணும்னு வச்சுக்கேன், உன்னோட நான் பெட்டராகவே ஆடுவேன். புரியுதா? ராயப்பனோட ஆட்டத்தை தானே நீ பார்த்துருக்குற, மைக்கேல் ராயப்பனோட ஆட்டத்தை நீ பார்த்தது இல்லையே. I'm waiting.